സുധീരെ, ആ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ശബ്ദമുള്ള തത്തയ്ക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കും സാറേ. എങ്ങനെയുണ്ട്? ഏകദേശം നമ്മുടെ ഇവിടെ നിന്ന് ഈ ഫ്ലോറിൽ നിന്ന് തന്നെ പോയത്. എത്ര കൊല്ലമായി ഇപ്പം? ഏകദേശം 8-9 കൊല്ലത്തോളം ആയിരുന്നു. 9 കൊല്ലം. ഇപ്പൊ രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ വന്നിട്ട് പറന്ന് എല്ലാ രാജ്യത്തും കറങ്ങി. ഇപ്പോഴും 9 കൊല്ലം മുമ്പ് തുറന്നു വിട്ട തത്തയാണ് ഇപ്പൊ പാറി കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴുണ്ട്. ഓക്കെ. മാത്രമല്ല ഒരു യൂട്യൂബിലെ ഒരു സംഭവം കണ്ടു, 14 മില്യൺ പ്രേക്ഷകര് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ കണ്ടു കളഞ്ഞു. തീർച്ചയായിട്ടും ആനിമേഷൻ. സുധീരന് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല, ആ കമ്പനിക്ക് ഇത്തിരി ഗുണം ഉണ്ടായി. നമുക്കൊന്ന് അന്വേഷിച്ച് നടക്കാം ആ കമ്പനി ആരാണെന്നുള്ളത്. നമ്മോട് ചോദിച്ചിട്ടില്ല? ചോദിച്ചില്ല. അനുവാദം എടുത്തോ? അനുവാദം എടുത്തിട്ടില്ല. നഗ്നമായ കോപ്പിറൈറ്റ് വയലേഷൻ. നമുക്കൊന്ന് അന്വേഷിക്കണം. ഇനി ഇത്രയും ആയ സ്ഥിതിക്ക് 1,40,00,000-ലധികം ആൾക്കാർ കണ്ട കാര്യമല്ലേ. ആ സാധനം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചല്ലോ. കാര്യം അത് കാണാത്ത പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ, എന്തുകൊണ്ട് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ? അതെ, ഏത് വേദി ചെന്നാലും ആൾക്കാർ അത് ചോദിക്കാറുണ്ട് സാർ. നമ്മൾ കുറെ തവണ കേട്ടതായപ്പോൾ ഈ വേദിയിലും ചോദിക്കുന്നു. നാടോടിക്കാറ്റ് നമ്മുടെ പരിപാടിയിലെ ഉല്ലാസം ദേവിചന്ദനെ ചെയ്ത പ്രോഗ്രാമായിരുന്നു. ശരിക്കും നമ്മൾ ഈ സ്കൂൾ തലത്തിലൊക്കെ ചെല്ലുമ്പോ ഇപ്പോഴും അതെ, ചില ലളിതഗാന മത്സരത്തിനുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ പിള്ളേര് നോർമൽ പാട്ടുകളായിരിക്കും. പക്ഷെ ചില അതിൽ ഇത്തിരി കൂടി കുറെ കൂടുതൽ പഠിച്ച സംഗീത ക്ലാസിക്കലായിട്ട് പഠിച്ചവര് അവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അവര് പാടുന്ന വരികൾ ജഡ്ജസിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ചിലർക്ക് ആ വാക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ പോകുന്നൊരു ലളിതഗാനമാണ് ഞാനത് മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ റെഡിയാക്കിയത്. സ്വരസുതരാജിത നിലകളെ വിക്രീളിത ശോഷിത സുമിത അഷ്ടസ്ത്രിതാപ്രിദന്തം ദിഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. ഇത് വലിയ ഹിറ്റായി അല്ലേ? ഇത് ഭയങ്കര ഹിറ്റായി. അത് അന്ന് ഈ വൈറൽ എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല. അപ്പൊ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാമറമാൻ ഒരാൾ വന്ന് പറഞ്ഞോട്, എടോ ഇത് വൈറലായിരിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് വൈറൽ എന്താണെന്ന് അറിഞ്ഞു വന്നുള്ളൂ. അപ്പൊ പിഷാരടിയാണ് ഇത് ഇറങ്ങി കുറച്ച് പറഞ്ഞു, നിങ്ങളുടെ കോള് വന്നു, എനിക്ക് 1/2 മണിക്കൂർ സംസാരിച്ചു പുള്ളി. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ഭയങ്കര വൈറലല്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് നല്ല ഇതിൽ കയറി പോണ്ട്. ഈ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്തോ ആയതുകൊണ്ടുള്ള അർത്ഥം എന്തോ ഉദ്ദേശിച്ചത്? ഒരർത്ഥമില്ല ഇതില് ശരിക്കും. അതിനൊരർത്ഥമില്ല. പക്ഷേ ഇത് വരുന്ന ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം കുറെ സംഗീതവുമായി ബന്ധമുള്ള കുറെ പേര് പല രാജ്യങ്ങളിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ട്. സുധീർ ആ പാടിയതിൽ കുറെ അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഈ യദുകുല കാമ്പോജിയൊക്കെ ലളിതഗാനത്തിൽ വരുന്ന വരികളാണ്. ക്ലിഞ്ഞോ പ്ലിഞ്ഞോയുടെ കൂടെ വേറെ 1-2 സാധനം ഹിറ്റ് ആയല്ലോ. പാണംവെള്ളത്തി ഒരു മീനല്ലേ ഇത്? അതാ ഇതിൽ തന്നെ ഉള്ളതാണ് സാർ. കേട്ടില്ലല്ലോ പാണംവെള്ളത്തി. അത് പാട്ടല്ല, അത് സ്കിറ്റ് പോലെ നമ്മൾ പറഞ്ഞിട്ടാണ് ഇതിലേക്ക്. അതൊന്ന് പറയണം. പാണംവെള്ളത്തി ഇപ്പൊ ഒരു മോസ്റ്റ് പോപ്പുലർ മീനാ. അത് അതിന്റെ പേരിൽ ഒരു ബ്രാൻഡ് തുടങ്ങിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങിയതുപോലെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയി. ചെട്ടിയാവത്ത് മാർക്കറ്റിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു മീൻ മേടിക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞു, ചേട്ടാ ഇപ്പൊ പാണംവെള്ളത്തിക്കല്ല മാർക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ചേട്ടനാണ് ഞങ്ങളുടെ അംബാസിഡർ എന്നൊക്കെ പറഞ്ഞു. അത് ഇങ്ങനെ ചോദിക്കുമ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. വീട്ടിൽ അച്ഛനുമുണ്ട് അമ്മയുമുണ്ട്, പിന്നെ മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ 2 കുട്ടികൾ, ഒന്ന് നടക്കുന്നു ഇഴയുന്നു. ഇഴയാനെന്താ പാമ്പാണോ? അല്ല, അവൻ കുഞ്ഞു കൊച്ചു 6 മാസം പ്രായമായിട്ടുള്ളൂ. എന്ത് ചെയ്യുന്നു? സുമേഷ് ജനാർദ്ദൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നു. ഓ, ഫിഷറീസിലാണല്ലേ? ഫിഷറീസിൽ എന്തായിട്ട്? ഫിഷറീസിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 2 വടിയെടുത്ത് തെക്കേപ്പാടത്ത് പോയിട്ട് വടി വെച്ച് പാണംവെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിയാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ രാവിലെ കിട്ടും. ഓ, മീൻ പിടുത്തല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഓ, മർച്ചന്റ് നേവിയിലാണല്ലേ? ഷിപ്പിൽ എന്തായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നു? ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണംവെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛനും കിട്ടും 350. പിന്നെ ചേട്ടൻ ഗൾഫിലാ. ഓ, ഒരാളെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അച്ഛനും മോനും മീൻ പിടിക്കാൻ പോകുന്നതിന് കുഴപ്പമില്ല. ചേട്ടനവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അറബിയുടെ കൂടെ വർക്ക് ചെയ്യണല്ലേ? അറബിയുടെ കൂടെ അവിടെ എന്തായിട്ട്? അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയിട്ട് വടിവെച്ച് പാണംവെള്ളത്തിൽ പിടിച്ച് മണലാരണ്യത്തിൽ ഇട്ടുണ്ടെങ്കിൽ ദുബായ് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ചേട്ടനും കിട്ടും 350 ദിർഹം. നിർത്തണം അതിന്റെ പാണംവെള്ളത്തിൽ പറഞ്ഞ്.